നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കോട്ടയം നഗരസഭാ ചെയർപേഴ്സണെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഉപരോധിച്ചു. മുട്ടമ്പലത്തെ ശ്മശാനം ഉടൻ തുറക്കണമെന്ന ആവശ്യം. നഗരസഭയിൽ കോടികളുടെ അഴിമതിയെന്നും ആക്ഷേപം. ഈരാറ്റുപേട്ടയിൽ കാർഷിക ഉൽപ്പന്ന വിപണന കേന്ദ്രത്തിന് തറക്കല്ലിട്ടു. ഹൂണാർ ഹബ്ബ് നിർമ്മിക്കുന്നത് 262.6 ലക്ഷം രൂപയുടെ ചെലവിൽ. പ്രധാനമന്ത്രി ജനവികാസ് കാര്യക്രം പ്രകാരം 10 വർഷത്തിനിടെ 11 ലക്ഷം സംരംഭങ്ങൾ തുടങ്ങിയെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. പെൻഷൻ പദ്ധതി കേരള ബാങ്ക് ഏറ്റെടുക്കണമെന്ന് റിട്ടയറീസ് അസോസിയേഷൻ. കോട്ടയത്ത് പ്രതിഷേധ സംഗമം. പാമ്പാടി ഭക്തിസാന്ദ്രം. ചെറുവള്ളിക്കാവ് ദേവീക്ഷേത്രത്തിലെ പുനർനിർമ്മിച്ച സർപ്പക്കാവിലെ പ്രതിഷ്ഠ നടന്നു. ചടങ്ങുകൾക്ക് സാക്ഷിയായി ഭക്തർ. വാർത്തകൾ വിശദമായി. കോട്ടയം നഗരസഭാ ചെയർപേഴ്സണെ ഉപരോധിച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ. നഗരസഭയിലെ അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെയായിരുന്നു ഉപരോധം. കോട്ടയം നഗരസഭയിൽ അഴിമതിയും കെടുകാര്യസ്ഥതയും എന്നാരോപിച്ച് നഗരസഭാ ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യനെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഉപരോധിച്ചു. നഗരസഭയിൽ 211 കോടി രൂപയുടെ അഴിമതി നടന്നതായി ഡിവൈഎഫ്ഐ ആരോപിച്ചു. നഗരസഭയുടെ കീഴിലുള്ള മുട്ടമ്പലത്തെ വൈദ്യുതി ശ്മശാനം തുറക്കാൻ നടപടിയെടുക്കണമെന്ന് പ്രവർത്തകർ ആവശ്യപ്പെട്ടു. ഫെബ്രുവരി 5-ന് മുൻപായി മുട്ടമ്പലത്തെ വൈദ്യുതി ശ്മശാനം തുറന്ന് പ്രവർത്തിപ്പിക്കാൻ നടപടിയെടുക്കുമെന്ന് ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യൻ ഉറപ്പു നൽകിയതിനെ തുടർന്ന് 1 മണിക്കൂർ നീണ്ടുനിന്ന ഉപരോധം അവസാനിച്ചു. പോലീസ് സംഘവും സ്ഥലത്തുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം നഗരസഭ അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയെന്ന് LDF. വിവിധ ബാങ്കുകളിലെ അക്കൗണ്ടുകളിൽ നിന്ന് 211 കോടി രൂപയുടെ കുറവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അഴിമതി ജീവനക്കാരുടെ തലയിൽ കെട്ടിവയ്ക്കാനുള്ള ശ്രമമാണ് ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യൻ നടത്തുന്നതെന്ന് LDF നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കോട്ടയം നഗരസഭയിൽ 20 വർഷത്തിലേറെയായി മാറി മാറി ഭരണം നടത്തുന്ന UDF നഗരസഭയെ അഴിമതിയുടെ തട്ടകമാക്കിയെന്ന് LDF നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നഗരസഭയിലെ ക്രമക്കേടുകൾ ബോധ്യപ്പെട്ടതിനാലാണ് 2023 ഡിസംബർ മാസത്തിൽ പ്രത്യേക പരിശോധന നടത്താൻ ജോയിന്റ് ഡയറക്ടർ പ്രത്യേക ഉത്തരവിട്ടത്. ഇപ്പോൾ നഗരസഭയുടെ അക്കൗണ്ടുകളുള്ള ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, SBI, സൗത്ത് ഇന്ത്യൻ ബാങ്ക് എന്നീ 7 ബാങ്കുകളിലെ 7 അക്കൗണ്ടുകളിലാണ് 211 കോടിയിലേറെ രൂപയുടെ കുറവുണ്ടായിരിക്കുന്നത്. നഗരസഭ അക്കൗണ്ട്സ് വിഭാഗം നടത്തിയ പരിശോധനയിലൂടെ വെളിവാക്കപ്പെട്ട കാര്യമാണിതെന്നും LDF നേതാക്കൾ പറഞ്ഞു. അഴിമതി ജീവനക്കാരുടെ തലയിൽ കെട്ടിവയ്ക്കാനാണ് ചെയർപേഴ്സൺ ശ്രമിക്കുന്നതെന്ന് LDF നേതാക്കൾ കുറ്റപ്പെടുത്തി. 3 ബാങ്കിലെ 7 അക്കൗണ്ടുകളിൽ നിന്നും ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് 211 കോടി രൂപയുടെ ക്രമക്കേടുകളാണ്. മാത്രമല്ല, നഗരസഭയുടെ ഒരു അക്കൗണ്ടും ടാലിയല്ല. ഇത് ടാലിയാക്കണമെന്ന് തുടർച്ചയായി ആവശ്യപ്പെട്ടിട്ടും ബന്ധപ്പെട്ട അക്കൗണ്ടുകൾ ഹാജരാക്കാനോ ടാലിയാക്കാനോ കഴിഞ്ഞ 6-7 വർഷങ്ങളായി കഴിയുന്നില്ല. ഇതെല്ലാം മുൻകൂട്ടി തന്നെ നഗരസഭയുടെ ചുമതലക്കാർക്ക് ബന്ധപ്പെട്ടവർ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അവർ ധിക്കാരപരമായ സമീപനം സ്വീകരിക്കുന്നു മാത്രമല്ല, കുറ്റവാളികളെ സഹായിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ക്രിമിനൽ കേസെടുത്ത് വ്യാജരേഖകൾ ചമച്ച് അടക്കമുള്ള വിഷയങ്ങളിട്ട് പണാപകരണത്തിന്റെ വിഷയമുണ്ട്. ക്രിമിനൽ കേസെടുത്ത് എല്ലാ കുറ്റവാളികളെയും പിടികൂടുന്ന വിധം വിജിലൻസ് അന്വേഷണത്തിലേക്ക് സർക്കാർ നീങ്ങണം എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരള സർക്കാരിനോട് ആവശ്യപ്പെടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പണം ഏതെങ്കിലും സ്വകാര്യ അക്കൗണ്ടുകളിലേക്ക് മാറിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഈരാറ്റുപേട്ടയിൽ കാർഷിക ഉൽപ്പന്ന വിപണന കേന്ദ്രത്തിന് തറക്കല്ലിട്ടു. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ തറക്കല്ലിടൽ നിർവഹിച്ചു. പ്രധാനമന്ത്രി ജനവികാസ് കാര്യക്രം പ്രകാരം 10 വർഷത്തിനിടെ 11 ലക്ഷം സംരംഭങ്ങൾ തുടങ്ങിയെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ന്യൂനപക്ഷ ക്ഷേമത്തിനായുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത പദ്ധതിയായ പ്രധാനമന്ത്രി ജനവികാസ് കാര്യക്രം പ്രകാരം ഈരാറ്റുപേട്ടയിൽ ആരംഭിക്കുന്ന കാർഷിക ഉൽപ്പന്ന വിപണന കേന്ദ്രം, ഹൂണാർ ഹബ്ബ്, വനിതാ നൈപുണ്യ വികസന കേന്ദ്രം എന്നിവയ്ക്ക് കേന്ദ്ര ന്യൂനപക്ഷകാര്യ, മൃഗസംരക്ഷണ, ഫിഷറീസ്, ക്ഷീരവികസന വകുപ്പ് സഹമന്ത്രി ജോർജ് കുര്യൻ തറക്കല്ലിട്ടു. പ്രധാനമന്ത്രി ജൻവികാസ് കാര്യക്രം പ്രകാരം 10 വർഷത്തിനിടെ 11 ലക്ഷം സംരംഭങ്ങൾ തുടങ്ങിയെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇതിന്റെ അകത്തൊരു പ്രത്യേകത, 60% കേന്ദ്രം കൊടുത്താൽ 40% സംസ്ഥാന സർക്കാർ തന്നെ വേണമെന്നില്ല. അത് ലോക്കൽ ഗവൺമെന്റിന് കൊടുക്കാം, സ്ഥാപനങ്ങൾക്ക് കൊടുക്കാം, ആർക്ക് വേണമെങ്കിലും 40% ചെലവഴിക്കാം. പാർട്ടിയെ അഭിനന്ദിക്കുകയാണ്.
ഇതുപോലൊരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് വന്നത്. അതുപോലെ വളരെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്ന സംസ്ഥാന സർക്കാരിനെ ഞാൻ അഭിനന്ദിക്കുക, അതിന്റെ വകുപ്പ് മന്ത്രിയെ ഞാൻ അഭിനന്ദിക്കുക. ഇതുപോലെയുള്ള പണം ചെലവാക്കിക്കൊണ്ട് ജനക്ഷേമകരമായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ മുന്നോട്ട് വന്ന ഈ മുനിസിപ്പാലിറ്റിയെയും സംസ്ഥാന സർക്കാരിനെയും പ്രശംസിച്ചുകൊണ്ട് ഈ 2 യൂണിറ്റുകളും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഈരാറ്റുപേട്ട കടുവാമൂഴിയിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര സഹായത്തോടെയുള്ള PMJK പദ്ധതി കേരളത്തിൽ നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ആന്റോ ആന്റണി MP, സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ, ഈരാറ്റുപേട്ട നഗരസഭാധ്യക്ഷ സുഹ്ര അബ്ദുൽ ഖാദർ തുടങ്ങിയവർ പങ്കെടുത്തു. കാർഷിക വ്യാപാര സംരംഭകത്വ മേഖലയുടെ അഭിവൃദ്ധി ലക്ഷ്യമിട്ട് ആരംഭിക്കുന്ന ഹൂണാർ ഹബിന് 260.60 ലക്ഷം രൂപയുടെ ഭരണാനുമതിയാണ് ലഭിച്ചിട്ടുള്ളത്. കടുവാമൂഴി ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് 28 മുറികളുള്ള ഇരുനില കെട്ടിടമാണ് നിർമ്മിക്കുന്നത്. വനിതകളുടെ നൈപുണ്യവും തൊഴിലവസരങ്ങളും വർദ്ധിപ്പിക്കുന്ന ായുള്ള വനിതാ നൈപുണ്യ വികസന കേന്ദ്രത്തിന് 31.85 ലക്ഷം രൂപയാണ് ചെലവഴിക്കുന്നത്. കടുവാമൂഴിയിലെ നഗരസഭാ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ 2ാം നില നവീകരിച്ചാണ് കേന്ദ്രം ആരംഭിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. പെൻഷൻ പദ്ധതി കേരള ബാങ്ക് ഏറ്റെടുക്കണമെന്ന് റിട്ടയറീസ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. കോട്ടയത്ത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് റിട്ടയറീസ് അസോസിയേഷൻ നടത്തിയ പ്രതിഷേധ സംഗമം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. കേരള ബാങ്കിൽ നിന്നും ജില്ലാ സഹകരണ ബാങ്കുകളിൽ നിന്നും റിട്ടയർ ചെയ്ത ജീവനക്കാർക്ക് പെൻഷൻ പരിഷ്കരിക്കുന്നതിന് നടപടി എടുത്തിട്ടില്ലെന്നും പരിഷ്കരണത്തിനു വേണ്ടി നിയോഗിച്ച രാജേന്ദ്രൻ നായർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കണമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. രാജേന്ദ്രൻ നായർ കമ്മിറ്റി റിപ്പോർട്ട് അനുസരിച്ചുള്ള 2% പെൻഷൻ വർധനവ് ഉടൻ നടപ്പിലാക്കുക, പെൻഷൻ ബോർഡിൽ റിട്ടയറീസിന്റെ പ്രാതിനിധ്യം ഉറപ്പാക്കുക, ഇല്ലാതാക്കിയ ക്ഷാമബത്ത പുനഃസ്ഥാപിക്കുക, മെഡിക്കൽ ഇൻഷുറൻസ് പെൻഷൻ ബോർഡ് വഴി നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോട്ടയം കളക്ടറേറ്റ് മുൻപിൽ നടത്തിയ റിട്ടയറീസിന്റെ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഫുൾ പ്രൂഫായിട്ട് ഒരു ഇൻഷുറൻസ് സ്കീം ഗവൺമെന്റ് ആലോചിക്കണമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ പക്ഷം. ഇപ്പൊ ഈ ആധുനിക യുഗത്തിൽ ഒരു ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടി ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. സാമ്പത്തികമായി ഏത് തലത്തിൽ നിൽക്കുന്ന ആളുകളെയും ഈ പദ്ധതിയുടെ നെറ്റ്വർക്കിനകത്ത് കൊണ്ടുവരാൻ പ്രയാസമൊന്നുമില്ല. അത് കാര്യമായി ഒരു ചർച്ച നടത്തി ബന്ധപ്പെട്ടവരുമായി ചർച്ച ചെയ്ത് ഇത് ജീവനക്കാർക്ക് ഗുണപരമായ രൂപത്തിൽ വിനിയോഗിക്കാൻ ശ്രമിക്കേണ്ടതാണ്. KC ഗോപാലകൃഷ്ണൻ നായർ അധ്യക്ഷനായി. അഡ്വക്കേറ്റ് VK സന്തോഷ് കുമാർ, കുഞ്ഞില്ലമ്പള്ളി, ജോൺ ജോസഫ്, അനിയൻ മാത്യു, ദിനേശ് V എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാമ്പാടി ചെറുവള്ളിക്കാവ് ദേവീക്ഷേത്രത്തിലെ പുനർനിർമ്മിച്ച സർപ്പക്കാവിലെ പ്രതിഷ്ഠ നടന്നു. ക്ഷേത്രം തന്ത്രി പെരിഞ്ഞേരിമന വാസുദേവൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. പാമ്പാടി ചെറുവള്ളിക്കാവ് ശ്രീദേവി ക്ഷേത്രത്തിലെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലെത്തി. ക്ഷേത്രത്തിൽ പുതുക്കി നിർമ്മിച്ച സർപ്പക്കാവിലെ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ ഭക്തിസാന്ദ്രമായി. ക്ഷേത്രം തന്ത്രി പെരിഞ്ഞേരിമന വാസുദേവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. രാവിലെ സർപ്പക്കാവിലെ പ്രതിഷ്ഠയോടനുബന്ധിച്ച് വിശേഷാൽ ആയില്യം പൂജയും 100 പാലും വഴിപാടുകൾ നടന്നു. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കാളികളായി. ക്ഷേത്രം മേൽശാന്തി ഹരികുമാർ K വിഷ്ണു നമ്പൂതിരി സഹകാർമ്മികനായി. ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണ സമർപ്പണ ചടങ്ങുകൾ ഈ മാസം 26 മുതൽ ഫെബ്രുവരി 2 വരെ നടക്കും. 8 ദിവസം നീണ്ടുനിൽക്കുന്ന കലശ സമർപ്പണ ചടങ്ങുകളാണ് നടക്കുക. ചടങ്ങുകൾക്ക് മുന്നോടിയായി ക്ഷേത്ര സമർപ്പണ പരിഹാര കർമ്മങ്ങളും നടന്നു. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. സൗത്ത് പാമ്പാടി ശ്രീഭദ്ര പബ്ലിക് സ്കൂളിലെ വാർഷികാഘോഷങ്ങൾ നടന്നു. സ്കൂൾ മാനേജർ KN രാജേന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം കുഞ്ഞുങ്ങളുടെ വിവിധങ്ങളായ കലാപരിപാടികൾ നടന്നു.
നവീകരിച്ച പാല ഞൊണ്ടിമാക്കൽ കവല പുലിമലക്കുന്ന് റോഡ് തുറന്നുകൊടുത്തു. മാണി സി കാപ്പൻ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള തുക ഉപയോഗിച്ചാണ് റോഡ് നവീകരിച്ചത്. മാണി സി കാപ്പൻ MLAയുടെ ആസ്തി വികസന ഫണ്ട് 62 ലക്ഷം രൂപ വിനിയോഗിച്ച് നവീകരിച്ച പാല ഞൊണ്ടിമാക്കൽ കവല പുലിമലക്കുന്ന് റോഡ് ഉദ്ഘാടനം ചെയ്തു. മാണി സി കാപ്പൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. വികസനത്തിൽ രാഷ്ട്രീയം പാടില്ല. എന്റെ കാഴ്ചപ്പാട് ഗ്രാമങ്ങൾ വികസിക്കണം, ഗ്രാമങ്ങൾ വികസിച്ചാലേ നഗരത്തിലേക്ക് ആളുകൾ വരുള്ളൂ. അങ്ങനെ വന്നെങ്കിലേ ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ ഉണ്ടാവുള്ളൂ, പാലായുടെ വികസനം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ തന്നെ കഴിഞ്ഞ 4 ആഴ്ചക്കുള്ളിൽ ഇവിടെ 5 തുണിക്കടകളാകുന്നു. തൊടുപുഴയിലേക്കും എറണാകുളത്തേക്കും കോട്ടയത്തേക്കും കൊണ്ടിരുന്ന ആളുകൾ ഇന്ന് തുണി മേടിക്കാനായിട്ട് പാലായിലേക്ക് എത്തിത്തുടങ്ങിയിരിക്കുന്നു. നമുക്ക് അതിലൊരു മാറ്റം ഉണ്ടാകും. ഇനി ടൂറിസം രംഗത്ത് നമുക്ക് പുരോഗമിക്കേണ്ടതായിട്ടുണ്ട്. ഈ വർക്ക് തീർക്കുന്നതിൽ അതിന് സാങ്കേതികമായ കാര്യങ്ങൾ തീർക്കുന്നതിൽ മുനിസിപ്പൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും അസിസ്റ്റന്റ് എഞ്ചിനീയറും ഒരുപാട് കഷ്ടപ്പെട്ടു. ഈ കോൺട്രാക്ട് എടുത്ത ഉണ്ണി വളരെ ഭംഗിയായി ഈ വർക്ക് ചെയ്തത് ഉണ്ണിയെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുന്നു. നഗരസഭ 6ാം വാർഡ് കൗൺസിലറും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ബൈജു കൊല്ലമറമ്പൽ അധ്യക്ഷത വഹിച്ചു. പാലാ രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ഡോക്ടർ ജോസഫ് മലയപ്പറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി. മരിസാനം ഡയറക്ടർ സന്തോഷ് മരിസാനം, നഗരസഭ AE ബോണി S മാർട്ടിൻ, ജിബിൻ മൂഴിപ്ലാക്കൽ, ജോണി ചക്കാലയിൽ, ജിജി തച്ചിപ്പറമ്പിൽ, മാർട്ടിൻ മെറ്റുതാനി തുടങ്ങിയവർ പ്രസംഗിച്ചു. കോൺട്രാക്ടർ ഉണ്ണി അരവിന്ദന് മാണി സി കാപ്പൻ MLA പൊന്നാടിയും മെമന്റോയും നൽകി ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ. പാലാ രാമപുരത്ത് ഹൈടെക് ഫിഷ് മാർട്ട് പ്രവർത്തനം തുടങ്ങി. ഗുണമേന്മയുള്ള മത്സ്യം ഉപഭോക്താക്കളിൽ എത്തിക്കുകയാണ് ലക്ഷ്യം. PMMSY പ്രകാരം രാമപുരത്ത് പണി പൂർത്തീകരിച്ച ഹൈടെക് ഫിഷ് മാർട്ട് മത്സ്യഫെഡിന്റെ ഉദ്ഘാടനം മാണി സി കാപ്പൻ MLA നിർവഹിച്ചു. മത്സ്യബന്ധനത്തിലൂടെ തൊഴിലാളികൾ പിടിക്കുന്ന മത്സ്യം മത്സ്യഫെഡിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങളിൽ നിന്നും അംഗീകൃത ഏജൻസികളിൽ നിന്നും ശേഖരിച്ച് മത്സ്യഫെഡ് കോട്ടയം ബസ് സ്റ്റേഷനിൽ എത്തിച്ച് ശാസ്ത്രീയമായി ഗുണമേന്മ ഉറപ്പുവരുത്തി ഇൻസുലേറ്റഡ് വാഹനങ്ങളിൽ ഫിഷ് മാർട്ടുകളിൽ എത്തിച്ചാണ് വിപണനം നടത്തുന്നത്. മത്സ്യങ്ങൾക്ക് പുറമെ മത്സ്യഫെഡിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ഫിഷ് മാർട്ട് വഴി വിതരണം നടത്തുന്നുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ മത്സ്യഫെഡ് ഭരണസമിതി അംഗം PS സാബു അധ്യക്ഷനായി. മത്സ്യഫെഡ് ജില്ലാ മാനേജർ ഡോക്ടർ ജോയ്സ് എബ്രഹാം, രാമപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസമ മാത്തച്ചൻ, ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ PM മാത്യു, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സ്മിത അലക്സ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സണ്ണി അഗസ്റ്റിൻ പെരുന്നക്കോട്ട്, പ്രോജക്ട് ഓഫീസർ ജോയൽ ജോസഫ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലാ. അറിയിപ്പ്: ചങ്ങനാശ്ശേരി ഫാസ്റ്റ് ട്രാക്ക് പ്രത്യേക കോടതിയിൽ ഓഫീസ് അറ്റൻഡന്റ് തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. നിയമവകുപ്പിൽ സമാന തസ്തികയിലോ ഉയർന്ന തസ്തികയിലോ ജോലി ചെയ്ത് പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം. ഉയർന്ന പ്രായപരിധി 62 വയസ്സ്. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ ജില്ലാ കോടതി, കളക്ട്രേറ്റ് PO, കോട്ടയം 686-002 എന്ന വിലാസത്തിൽ 27 വൈകിട്ട് 5 മുമ്പ് ലഭിക്കണം. കവറിന് പുറത്ത് തസ്തികയുടെ പേര് രേഖപ്പെടുത്തണം. വിവരങ്ങൾക്ക് ഫോൺ 048125634996. ളാലം ഗവൺമെന്റ് LPSൽ താൽക്കാലിക LPST ഒഴിവിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ 21 രാവിലെ 10:30 അസൽ സർട്ടിഫിക്കറ്റുകളുമായി സ്കൂൾ ഓഫീസിൽ ഹാജരാവണം. കാഞ്ഞിരപ്പള്ളി കാർഷിക വികസന ബാങ്കിൽ നിന്നും ലേല നടപടികൾ നേരിടുന്ന വായ്പകളും കുടിശ്ശികയായ വായ്പകളും തീർപ്പാക്കാൻ ആകർഷകമായ ഇളവുകളോടെ അദാലത്തുകൾ സംഘടിപ്പിക്കുന്നു. മരിച്ച അംഗങ്ങളുടെ വായ്പകൾക്കും മാരക രോഗങ്ങൾ ബാധിച്ചവരുടെ വായ്പകൾക്കും പ്രത്യേകമായി ഇളവുകൾ അദാലത്തിൽ അനുവദിക്കും. 28-ന് കാഞ്ഞിരപ്പള്ളി ഹെഡ് ഓഫീസിലാണ് അദാലത്തുകൾ സംഘടിപ്പിക്കുന്നത്. ഫെബ്രുവരി 28 വരെ പ്രത്യേക ഇളവുകൾക്ക് അർഹതയുണ്ടായിരിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടയം നഗരസഭാ ചെയർപേഴ്സണെ DYFI പ്രവർത്തകർ ഉപരോധിച്ചു. മുട്ടമ്പലത്തെ ശ്മശാനം ഉടൻ തുറക്കണമെന്നാവശ്യം. നഗരസഭയിൽ കോടികളുടെ അഴിമതിയെന്നും ആക്ഷേപം. ഈരാറ്റുപേട്ടയിൽ കാർഷിക ഉൽപ്പന്ന വിപണന കേന്ദ്രത്തിന് തറക്കല്ലിട്ടു. കൂണാർ ഹബ്ബ് നിർമ്മിക്കുന്നത് 262.6 ലക്ഷം രൂപയുടെ ചെലവിൽ. പ്രധാനമന്ത്രി ജനവികാസ് കാര്യക്രം പ്രകാരം 10 വർഷത്തിനിടെ 11 ലക്ഷം സംരംഭങ്ങൾ തുടങ്ങിയെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. പെൻഷൻ പദ്ധതി കേരള ബാങ്ക് ഏറ്റെടുക്കണമെന്ന് റിട്ടയറീസ് അസോസിയേഷൻ. കോട്ടയത്ത് പ്രതിഷേധ സംഗമം. പാമ്പാടി ഭക്തിസാന്ദ്രം. ചെറുവള്ളിക്കാവ് ദേവീക്ഷേത്രത്തിലെ പുനർനിർമ്മിച്ച സർപ്പക്കാവിലെ പ്രതിഷ്ഠ നടന്നു. ചടങ്ങുകൾക്ക് സാക്ഷിയായി ഭക്തർ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.